ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 ടീസ്പൂൺ കൂവപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കട്ടകളൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം അതിലേക്കൊരു 2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. തേങ്ങാപ്പാലിൻ്റെ പകരം നമ്മുടെ സാധാ പശുവിൻ പാലും ഉപയോഗിക്കാം. പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഇതിന് തന്നെയാണ് കേട്ടോ. അപ്പം തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല തിന്നായിട്ട് എടുക്കണം കേട്ടോ. നല്ല കട്ടിയുള്ള പാൽ എടുക്കാൻ പാടില്ല. പിന്നെ അതിനുശേഷം അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1 നുള്ള ഉപ്പും പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു 6 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഇപ്പം തന്നെ എല്ലാം കൂടി ചേർക്കണമെന്നില്ല. പിന്നെ നമുക്ക് ചേർക്കാനുള്ള ഒരു അവസരമുണ്ട്, അപ്പം ചേർക്കാതെ ബാക്കി. അപ്പം ഞാൻ തൽക്കാലം ഒരു 6 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ ആദ്യം. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ച് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പം അതിന് വേണ്ടി ഞാൻ സ്റ്റൗ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് തിളപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും കേട്ടോ. ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2 കപ്പ് നല്ല തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് പെട്ടെന്ന് ചൂടാറി കിട്ടാനാണ് കേട്ടോ. നമ്മൾ സാധാ വെള്ളം ഉപയോഗിക്കാം, പക്ഷേ അപ്പം നമ്മൾ ഇത് ചൂടാറാൻ വേണ്ടി കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതാകുമ്പോൾ പെട്ടെന്ന് തണുത്ത് കിട്ടും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. ഇനിയിപ്പം ഈ സമയത്ത് നമുക്ക് ബാക്കിയുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടിച്ചു വെച്ചതിന് ശേഷം 2 പാത്രങ്ങളിലായിട്ട് ഈക്വൽ എമൗണ്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഓപ്ഷണലായിട്ടുള്ള കാര്യം മാത്രമാണ്. ഇത്രയേ ഉള്ളൂ സത്യം പറഞ്ഞാൽ നമുക്ക് ജ്യൂസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇങ്ങനെ തന്നെ കുടിക്കുന്നതിന് ഏറ്റവും നല്ലത്, ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള കാര്യം ഇങ്ങനെ തന്നെയാണ് കേട്ടോ. നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പം ഇനി പറയാൻ പോകുന്നത് ഓപ്ഷണലായിട്ടുള്ള കാര്യം മാത്രമാണ്. വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. ഒരിക്കലും നിർബന്ധമില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഓറഞ്ച് റെഡ് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തതിലേക്ക് ഒരു ബ്ലൂ കളറും ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഞാനിവിടെ ഒരു ഐസ് ക്യൂബ് ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ രണ്ടും ഈക്വൽ എമൗണ്ടിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രീസ് ചെയ്തെടുക്കണം. ഇനി ബാക്കി വന്ന ജ്യൂസും രണ്ടും ഓരോ സ്റ്റീൽ ഗ്ലാസ്സുകളായിട്ട് എടുത്ത് വെക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അതിനുശേഷം ഇതാ ഒരു സെർവിങ് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രീസറിൽ വെച്ചിട്ടുള്ളതൊക്കെ നന്നായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പം അത് ആദ്യം ബ്ലൂ കളറിലുള്ള ഐസ് ക്യൂബ്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഈ ഒരു ഗ്ലാസിൻ്റെ ഒരു 1/4 ഭാഗം വരെ നല്ല തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പം അത് മൊത്തത്തിലൊരു ബ്ലൂ കളറായി മാറി. അതിനുശേഷം ഓറഞ്ച് കളറ് ചേർത്ത് കൊടുക്കാം, ഓറഞ്ച് ക്യൂബ്. പിന്നെ അതിൻ്റെ ജ്യൂസും ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ സ്റ്റീൽ ഗ്ലാസ്സൊക്കെ വെച്ചല്ലോ അത്. പിന്നെ ബാക്കി ബ്ലൂ ചേർക്കുക. പിന്നെ അതിനുശേഷം ഓറഞ്ച് ചേർക്കുക. അങ്ങനെ ലെയറായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. സത്യത്തിൽ ഞാൻ വിചാരിച്ചത് ഈ ഒരു ബ്ലൂവും ഓറഞ്ചും കൂടെ ലെയറായിട്ട് നല്ല ഭംഗിയിട്ട് കാണുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്കൊരു അബദ്ധം സംഭവിച്ചു. അപ്പം ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. 2 ലെയറായിട്ട് ഇതുപോലെ അങ്ങനെ കണ്ടിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു ഓറഞ്ചും ബ്ലൂവും കൂടെ 2 മിക്സായിട്ട് ഒരു ഗ്രീൻ കളറായിട്ട് മാറി കേട്ടോ. എന്നാലും കുഴപ്പമില്ല. ഫസ്റ്റിലൊക്കെ കാണാൻ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഒരു ഗ്രീൻ കളറായി മാറി, അത്രയേ ഉള്ളൂ. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. പക്ഷെ എന്നാലും താഴെ ഇങ്ങനെ ചെറിയൊരു ബ്ലൂവും ഓറഞ്ചും ഒക്കെ കാണുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ ഈ കാണുന്നത് നമ്മൾ നേരത്തെ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കി വന്ന ആ ഒരു ക്യൂബ്സ് രണ്ടും ഓരോന്നും ഇതെടുത്തിട്ട് ഒരു ബൗളിലിട്ട് വെച്ചാണ്. എന്നിട്ട് 2 ലെയറായിട്ട് 2 ജ്യൂസും ചേർത്ത് കൊടുത്തു. പിന്നെ അതിനുശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ ബോൾസും ഇട്ടതാണ്. ഇത് വേണമെങ്കിൽ നമുക്കിങ്ങനെ ഒരു ഡിസേർട്ടായിട്ട് ഉപയോഗിക്കാം കേട്ടോ.